കുഞ്ചാച്ചൻ കേട്ടപ്പോ എന്നോട് പറയും നിനക്ക് പ്രാന്താന്ന്. അതായത് അവിടെ അത് വൈൻഡപ്പ് ചെയ്തെന്ന് ഷോപ്പ്. കുറച്ച് പൂ പോയി അതിൽ പച്ച നിറത്തിൽ കായുണ്ടായി നിൽക്കണം. നമുക്ക് സംഭവിച്ച ദുരന്തം. നാളെ ആരാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈ ചെയ്യുമ്പോ കോക്കനട്ട് ഓയിലാണോ. പെയിന്റ് ഇട്ട ജനലയിൽ ഒരു മാറാമ്പൽ പിടിച്ചിട്ടുണ്ട്. വിജയിക്കുമെന്നറിയില്ല, താഴെ ഇറങ്ങിയെന്നാ വിജയിക്കും. പാഷൻ ഫ്രൂട്ട് ആർത്തും ഉല്ലസിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതെ 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 അതെ. അപ്പൊ ഇന്ന് ഗുഡ് മോർണിംഗ് തേഴ്സ്ഡേ. എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാക്ക കിടന്ന് ബഹള. എന്തിനിങ്ങനെ ബഹളം വെക്കണാവോ? ആ ചിലപ്പോ വല്ല ഭക്ഷണ സാധനമൊക്കെ ആണെന്നോർത്തേ നമ്മളല്ലേ സ്ഥിരം കൊടുക്കണേ. ആ ശബ്ദം കേട്ടിട്ടായിരിക്കും. ഉണ്ടോ? എല്ലാം വന്നിട്ട് ഇപ്പോ. ആ മഴ പെയ്തേ നല്ല ഗ്രീനി ആയിട്ട് കിടപ്പുണ്ട്. നല്ല ഗ്രീൻ കളർ. ഞാൻ നട്ട പ്ലാവിൽ ചക്കയാട്ടോ ഉണ്ടായി കിടക്കണേ. ആ വേണ്ട, ഞാൻ നട്ടതാ പണ്ട് കുഞ്ഞായിരുന്നപ്പോ. വെയില് കണ്ടപ്പോ അമ്മയൊന്ന് മുകളിലേക്ക് വന്നതാ. നൈറ്റി ഡ്രസ് സ്കേർട്ട് ഇങ്ങനെയുള്ളതെല്ലാം കഴുകണത് ഞാൻ ഇങ്ങനെ ഓടിന്റെ മുകളിലാട്ട് ഇടാറ്. നൈറ്റി വേഷങ്ങളല്ലേ എന്ന് കരുതി. മഴക്കാലത്താണ് ഇങ്ങനെയൊക്കെ ഇടണ, പെട്ടെന്നൊന്ന് വലിഞ്ഞു കിട്ടാൻ. നല്ല ഡ്രസ്സുകളൊന്നും അങ്ങനെ ഇടൂലാട്ടോ. ഷർട്ടോ സാരി ബ്ലൗസോ അതൊന്നും ഇടൂല. ഇതിപ്പോ ഓടിന്റെ മുകളിലിട്ട വീട്ടിലിടുന്ന വേഷമല്ലേ, അത് വലിഞ്ഞു കിട്ടും. ഇപ്പൊ ഞാൻ മറിച്ചിട്ട് അതെ ഇവിടെ ഈ ലൈനിങ് അടിച്ചേക്കണോണ്ട് അവിടെ ഉണങ്ങാൻ താമസമുണ്ട്. മല്ലികയുടെ പരിപാടിയാണ് ഇതെല്ലാം. നല്ല ഗ്രീൻ ആയിട്ട് നിക്കണം ചുറ്റുവേ. അതെ അതെ അതെ. അത് മഴ കാശാമ്പൂ പോയി നോക്കിക്കോ. അപ്പൊ എടുത്ത പടം നാളെ ഇട്ടില്ലേ. പക്ഷെ കുറച്ച് പൂ പോയി അതിൽ പച്ച നിറത്തിൽ കായുണ്ടായി നിക്കണം. അത് പിടിച്ചോ പോയിട്ടോ. അപ്പോഴാ അത് ഓർത്തത്. ഇറങ്ങിപ്പോകാം. മഴക്കാലത്തിന്റെ സിമ്പലാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ അപ്പയുടെ വകയാണ് കേട്ടോ. ഞാൻ ചെയ്തേനെ, പക്ഷെ എനിക്ക് നേരമൊന്നുമില്ല. ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ്. പക്ഷെ ജീവിക്കണ്ടേ, വേറെ മാർഗമില്ല. തീരെ താല്പര്യമില്ലാത്ത ഭാഗമാണ്. ഇവർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഭാഗമാണ്. അതെ. ഈ പാത്രങ്ങളൊക്കെ വാടി കിണറിന്റെ തട്ടയിൽ ഒന്നോടെ വെക്കാം. ഏത് ഇന്നലത്തെ കേക്കിന്റെ അപ്പയില്ലേ വളരെ പ്രതീക്ഷയോടുകൂടി വെണ്ടത്തൈ കാക്കനാട്ടിലെ തൈയൊക്കെ മേടിച്ച് കൊണ്ട് നട്ടാലൊന്നും വിഷയമില്ല. രൂപയിൽ ചാണകത്തിട്ട് നട്ടു. ഇനിയിപ്പം മണ്ണൊക്കെ ഫില്ല് ചെയ്യൂട്ടോ. മുറയ്ക്ക് ഇത് വളർന്ന് വലുതായി തന്നെ അനുസരിച്ച്. കത്തല് മഴയായതുകൊണ്ട് ഇച്ചിരി തല്ലി അലച്ചിട്ടുണ്ട്. പക്ഷെ 6 ഗ്രോ ബാഗ് നിറച്ചു. ഇന്നലെ എറണാകുളത്തിന് പോന്നപ്പോ അവിടെ കൃഷിത്തോട്ടത്തിൽ കയറാൻ ഓർത്ത് പോയിനു ഇവിടെ നിന്ന് വിളിച്ചപ്പോഴേ വൈൻഡപ്പ് ചെയ്തെന്ന് ഷോപ്പ്. അപ്പ ചോദിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും പരിചയമുള്ള വേറെ കൃഷി ഫാം ഉണ്ടോ? കാളക്കൊമ്പൻ വെണ്ടയുടെ തൈക്ക് വേണ്ടി അവിടെ നിന്നല്ലേ സാധാരണ മേടിക്കാറ്. അപ്പൊ അവർക്ക് പരിചയമില്ല. വൈറ്റ്ലയിലെ കൃഷിത്തോട്ടത്തിന്റെ കാര്യട്ടോ പറഞ്ഞേ. എന്നോട് പറഞ്ഞു കാമ്പല്ലൂരോ കാഞ്ഞനമറ്റത്ത് എങ്ങാണ്ട് പോയി നോക്കണോന്ന്, തൈകളുണ്ടോന്ന്. സാധാരണ നഴ്സറികളിൽ അങ്ങനെ തൈയില്ല. തൈയുണ്ട് കാക്കനാട്ടിലെ തൈ, പക്ഷെ പോരെ ഇത് വെച്ച് നോക്കണം. ഞങ്ങൾ ഇത് പറഞ്ഞ കേട്ട് ഒരുപാട് പേര് കൃഷിത്തോട്ടത്തിൽ നിന്ന് തൈകളൊക്കെ മേടിച്ച് നട്ട് നല്ലതാന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ അവരവിടെ നിർത്തി. എന്നാ ചെയ്യാനാ, ഇനിയിപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞ കേട്ടോ. ഓക്കെ. ഈ ഉണക്കൽ അമ്മയുടെ ഒരു ക്രൈസാണ്. അതെനിക്ക് ഞാൻ പറഞ്ഞില്ല, മഴക്കാലത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഉണക്കും. മഴക്കാലത്ത് ടെറസിന്റെ അവിടെ വെച്ച് ഇതാക്കിയതാ. ഈ കിണറിന്റെ തട്ടയിൽ ഒന്നോടെ വെക്കാം, ശരിക്കും ഡ്രൈ ആയി കിട്ടും. ഈ ചെടി ഇപ്പൊ വളർന്നല്ലോ ഇതിനകത്ത്. ഇത് കാട്ടിയടിയല്ലേ? പുല്ലാത്. ഇതൊരു വേറെ ടൈപ്പ് ചെടി, അലോവേര. കാശാവ് കാണാൻ പോവാം നമുക്ക് കേട്ടോ. ഓ അതെന്നാ കിളിയത്? കിളി ഓടി രക്ഷപ്പെട്ടു. സൂര്യൻ പതുക്കെ ഒന്ന് ഉദിച്ച് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അതേ കണ്ട മഴക്കാറ് ചുറ്റും മൂടുപടമായിട്ട് കിടക്കുക. ഓ ഈ ചെടിയൊക്കെ വെട്ടിക്കളഞ്ഞല്ലേ? അത് മുഴുവൻ വനായിട്ടല്ലോ. പാമ്പും വരും വഴിയിലേക്ക് കിടന്നിട്ടുണ്ട്. അത് മുഴുവൻ വെട്ടിയതിന് മുമ്പ് തന്നെ അത് കെടുത്തു തുടങ്ങി. മഴക്കാലത്ത് ഭയങ്കര വനാവും അത്. അതെ കാശാവ് കായ്. പൂ ഫെയ്ഡായി കേട്ടോ. ഇനി എല്ലാത്തിലും കായാവുമായിരിക്കും ഇങ്ങനെ.
നമുക്കൊരു കാര്യം ചെയ്തു ഉണങ്ങി കിട്ടുവാണെങ്കിൽ പാകാം. കുഞ്ചാച്ചൻ കേട്ടപ്പോൾ എന്നോട് പറയും നിനക്ക് പ്രാന്താന്ന്. അതായത് അവിടെ ഇങ്ങനെ കാട്ട് ഈ കളമൊക്കെ അടിക്കാനായിട്ട് ചാണകം മെഴുകുമ്പോൾ കാശാവും കൊമ്പ് വെട്ടിയാ ചൂലുണ്ടാക്കണം. ആണോ? ചൂലെന്ന് പറയാൻ പറ്റില്ല, വള്ളി കെട്ടി വെറുതെ കമ്പുകൾ കൊണ്ടുള്ള ചൂല്. ഇത് നമുക്കിവിടെ എന്തോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മുളച്ചു വന്നു കേട്ടോ. നമ്മള് നട്ടത് ഒന്നുമല്ല, വൺസ് ഇൻ എ ഇയർ മാത്രമേ ഇത് പൂക്കള്. നീ പറഞ്ഞാല് തണ്ടയിലെല്ലാം പൂക്കള്. പൂ വൃത്തികേടായി ഇപ്പൊ മഴ പെയ്തു അലുത്തിങ്ങനെ. അപ്പ എടുത്ത പടം നല്ലതായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഇതില് പിന്നെ ഉണ്ട് കുറച്ച്, എന്നാലും പോരാ. ഇതൊക്കെ ഫെയ്ഡായി, കളർ അങ്ങ് ഫെയ്ഡായി. കണ്ടോ ദേ നമ്മുടെ കപ്പളം ഇവിടെ എത്ര നട്ടിട്ടും കായ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ദേ അപ്പുറം ഉണ്ട്. ഇവിടെ മൊത്തം ഇപ്പൊ കപ്പളം തോട്ടമാവൂലോ. കപ്പളം തോട്ടം ഒന്നും ഉണ്ടാവണില്ല, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ചോദിക്കാറില്ലേ പപ്പായ എന്തിനാ മേടിക്കണേന്നത്? എല്ലാ തവണയും ഇവിടെ നടാറുണ്ട്, പക്ഷെ ഒരു കപ്പളം പോലും കായ്ക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കപ്പളത്തിന് ഈ മണ്ണ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. എന്താ കപ്പളമേ കായ്ക്കാത്തേ? വേഗം കായ്ക്കൂ. ഒരു നാട്ടിൻ പുറ കാഴ്ചയാണ് കേട്ടോ. മാവിൽ ഇങ്ങനെ കൂട് കൂട്ടുന്ന നിസർ. നല്ല രസമല്ലേ? നമ്മളുണ്ടാക്കിയ ഉണക്കമുന്തിരിങ്ങയാണ് കേട്ടോ. നല്ല രുചിയുണ്ട്, വെരി ഡെലീഷ്യസ്. നല്ല ടേസ്റ്റാ. നല്ല കളറ്. കണ്ടിട്ട് എന്തായാലും അമ്മ ഇത് തോരനുണ്ടാക്കാനല്ല. തോരനൊന്നുമല്ല. ഞാൻ സ്ലൈസറിലൊന്ന് അരിഞ്ഞു നോക്കി. അത് സ്ലൈസറിൽ അരിയുമ്പോ കപ്പ വലുതായത് കൊണ്ട് എന്ന് വെച്ചാൽ ചേന്തി പോയാലും കുഴപ്പമില്ല. അത് കണ്ടമാനം ചേന്തി പോണം. അകത്തി അത് ബ്ലേഡ് വെച്ച് അരിഞ്ഞിട്ടും ചേന്തി പോണം. അപ്പം ഞാനതങ്ങ് മാറ്റി വെച്ചു. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് മാക്സിമം നൈസായിട്ട് അരിയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നൈസായിട്ട് തന്നെ അരിയണം. ഇത് ചെയ്തത് മാറ്റിയത് ഞങ്ങളുടെ അവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കുഞ്ചാച്ചനാണെങ്കിൽ കപ്പ വറക്കലും കാവറക്കലും ഇല്ലേ അമ്മ, അതിനൊരു വറവലിന് അരിയാനൊരു കത്തിയുണ്ട്. അതിന് കപ്പ കത്തി എന്നാണ് പറയണം, വളഞ്ഞിരിക്കണം. ആ കത്തിയും കൊണ്ട് ഇച്ചാച്ചനെ അരിഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇമ്മണിയൊന്നും അല്ല, ഒരു കപ്പയും മറ്റിയെ പറിച്ചുകൊണ്ട് വന്നേച്ച് ചൂടോടെ പറിച്ച് കഴുകി തൊണ്ട് കളഞ്ഞു വെച്ചാൽ അരിയുമല്ലേ, ഒരു കുറേ ഉണ്ടാവും വറവൽ കടയിൽ ചെയ്യും പോലെ. അതുപോലെ ഏത്തക്കൊലയാണെങ്കിൽ ഒരു കൊല വെട്ടിക്കൊണ്ട് വന്നേച്ചാ കുഞ്ഞമ്മ തൊണ്ട് കളയും, ചാച്ചനെ അരിയും. അങ്ങനെ അവിടെ. എന്നിട്ട് ഞാൻ പോയിരുന്നു തിന്നാൻ. ഞാൻ മിടിക്കുക തിന്നാൻ. അതുപോലെ ഞാൻ ക്ഷമയോട് കൂടിയൊക്കെ അരിയണം. പക്ഷെ ഇച്ചിരി കട്ടിയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അരിയണത്. അത്ര പോലെ നൈസൊന്നുമല്ല. കത്തിയൊക്കെ എനിക്കുണ്ട്, പക്ഷെ എനിക്ക് അത്ര ക്ഷമയില്ല അതുപോലെ നൈസാക്കാൻ. എങ്കിലും മാക്സിമം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സ്ലൈസറിൽ നോക്കിക്കോ, ശരിയല്ല. സ്ലൈസറിന്റെ ബ്ലേഡ് ഇല്ല, അകത്തി വെച്ചിട്ടും അത് അങ്ങനെ ചേന്തി പോരുക. അത് സുഖാവൂല. അപ്പൊ നിനക്കിപ്പോ ചെറിയ ഐഡിയ എന്തെങ്കിലും കിട്ടി കാണാം എന്താണെന്നുള്ളത്. കിട്ടി വരുന്നു. മഴയൊക്കെ അല്ലേ, ഒരു സുഖം. ഒരു സുഖം. വൈകുന്നേരം ഒരു ഐറ്റം ചെയ്യണം. ചേന്തിയത് അവസാനം വറുത്തെടുക്കാം. അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ മഴക്കാലത്തിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുറിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ മറ്റേ അമ്മ, പ്രായമായ അമ്മ ഗ്രാൻഡ് മദർ കപ്പ വാട്ടി ഉണക്കി വെക്കും. ഉണക്കക്കപ്പ വറുത്തത് അസ്ഥിര. പിന്നെ ചക്ക വറുത്തതൊക്കെ മഴക്കാലം ആകുമ്പോഴത്തേക്കും തീരും. പിന്നെ കാ വറക്കണതും തോർത്ത് നോക്കി എവിടെയോ വാഴക്കൊല എപ്പോഴും ഉണ്ടാവൂലേ. അനുസരിച്ച് എലിമാമൻ ജാനകിമാമൻ കൂടെ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യും. അവരെ കൊണ്ട് ഉണക്കക്കപ്പ ഉറപ്പിക്കണത്. ഉണക്കക്കപ്പയാണ് സ്ഥിരം അവിടെ വറക്കണം, ഇഷ്ടം പോലെ. എന്നിട്ട് ഇങ്ങനെയും ഞാൻ പറഞ്ഞില്ല, അന്ന് കുട്ടികളല്ല പാട്ടയിലിട്ട് വെക്കും. എന്നിട്ട് അത് കുറിക്കാനെടുക്കണം. അതില്ലേ ഇച്ചിരി കടുപ്പൊക്കെ ഉണ്ടാവും ഉണക്കക്കപ്പയാകുമ്പോൾ. മത്സ്യക്കുഞ്ഞിൻ്റെ അമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗച്ചാച്ചയുടെ മമ്മി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടി വറക്കും. വാട്ടിയേച്ചൊന്ന് ഉണക്കിയേച്ച് വറക്കും. അത് നീ കഴിച്ചിട്ടുണ്ട്. അതിന് അത്രയും കടുപ്പയില്ല. ഫുള്ളായിട്ട് ഉണക്കി വെച്ചേക്കണ കപ്പയ്ക്ക് നല്ല കടുപ്പാണ്. അന്ന് പല്ലിനൊക്കെ നല്ല വരാല്ലേ, കടിച്ചു വെച്ചങ്ങ് തിന്നും. വാട്ടിയ കപ്പ വറുത്തത് തേങ്ങാക്കൊത്തിലൂടെ നല്ല ചെന്നപ്പോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ വറവരി ഒരു പ്രധാന വല്യപ്പച്ചനും ചാച്ചാച്ചിനും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കൃഷിവല ഇതല്ലേ, അതുകൊണ്ട് ഇഷ്ടം പോലെ ഇതുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യും. ആൾക്കാരുണ്ടല്ലോ ചെയ്ത് കിട്ടാൻ. ഇവിടെ അമ്മച്ചി തന്നെ എല്ലാം ചെയ്യേണ്ടത് കൊണ്ട് ഇവിടെ പിന്നെ അങ്ങനെയുള്ള പരിപാടികൾ കുറവായിരുന്നു കേട്ടോ. ഉണ്ടാക്കും, എന്നാലും കുറവായിരുന്നു. ഇടാം, എണ്ണയൊക്കെ നല്ലോണം മൂത്തു ഇറക്കി ഇടാം കേട്ടോ, സ്ലൈസറിലല്ലാത്തതുകൊണ്ടേ.
കൈ നോക്കിക്കോളൂ. നോക്കണം. 2 ട്രിപ്പായിട്ടില്ല കേട്ടോ. ഇത് മതിയില്ലേ? മതി മതി. എണ്ണയിലും മുങ്ങിക്കിടക്കണം. പതുക്കെ ഇളക്കി മാറ്റട്ടെ. ഇളക്കി നോക്കാം. ഇളക്കാൻ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് തന്നെ ഉള്ളു. അങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുക. അതെ 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 അതെ. ഇടയ്ക്ക് ഇളക്കി വിടണ്ട് കേട്ടോ. വെന്തോണ്ടിരിക്കുവാണ്. പച്ചയായതുകൊണ്ട് വേഗം താമസമുണ്ട് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ കൈകൊണ്ടല്ലേ അരിഞ്ഞേക്കണം. അപ്പൊ ഇച്ചിരി കട്ടി ഉണ്ടാവൂല്ലോ. ഓക്കെ. നമുക്ക് സംഭവിച്ച ദുരന്തം പറയാം. അതുകൊണ്ട് ഞങ്ങള് വേറൊരു രീതിയിലേക്ക് ഇത് ചേഞ്ച് ആക്കി. അതെ, ഉദ്ദേശിച്ച പോലെ വന്നില്ല. എന്താ കാരണമെന്നൊന്നും അറിയില്ല. ഒരു പിടിയില്ല. കൈ തളർന്നു. അപ്പൊ നമ്മൾ ഉപ്പ് തളിച്ചില്ലല്ലോ. അവസാനം തളിക്കാം അല്ലേ? പൊടിയുപ്പ് ഇടണം. ബിക്കോസ് ഫ്ലോപ്പ് ആയത് കാരണം അമ്മയുടെ മൂഡ് പോയി. അതുകൊണ്ട് പിന്നെ ഉപ്പും വരെ തളിച്ചില്ല. ഉപ്പും മുളകും തളിച്ചില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം ഇതിൽ കണ്ടുപിടിച്ചു. കളയാൻ പറ്റില്ല. അതെന്താ ചെയ്യണമെന്ന് വി ഹാവ് അനദർ ഓപ്ഷൻ. എന്താണെന്ന് ഇപ്പൊ കാണാം. അധികം വൈകാണ്ട് കാണാം. 1 മണിക്കൂറിനുള്ളിൽ. ഒട്ടും പൊള്ളച്ചില്ല. അതെന്തുകൊണ്ടാണ് എന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അതെ, ക്യാരറ്റ് ചിപ്സ് ഉണ്ടാക്കിയതാണ്. പക്ഷെ മെഴുക്കുവരട്ടി പോലെ ആയിപ്പോയി. അതെ അതെ അതെ. ആ മെഴുക്കുവരട്ടി ആയിട്ട് കഴിക്കാം നമുക്കിനി. മെഴുക്കുവരട്ടി അല്ല, ഷാലോ ഫ്രൈ പോലെ ആ രീതിയിൽ കഴിക്കാം ചോറിന്റെ കൂടെ. അതേ നിവൃത്തിയുള്ളൂ. ഇങ്ങോട്ട് വെക്കട്ടെ. അടുത്ത ട്രിപ്പ് ഇങ്ങനെ ഇടട്ടെ. വലിയ ബിൽട്ടപ്പ് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്തതാ. 4 ക്യാരറ്റ് എടുത്തു. 2 ഇതാക്കി കോരി. ഇനി 2 ഉണ്ട്. അല്ല 2 കൂടി ഉണ്ട് പകുതി. എന്നാണെങ്കിലും ഇതങ്ങ് ചെയ്തെടുക്കുക. അതെ, വേസ്റ്റ് ആക്കൂല എന്തായാലും. അത് ഉറപ്പാ. ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിക്കും. ചെയ്തിട്ട് കളയാൻ പറ്റില്ല. അത് പറ്റില്ല. ഇങ്ങനെ അരിഞ്ഞും പോയില്ലേ. അതാ ഇതിനെന്തെങ്കിലും ടിപ്പ് അറിയാവുന്നവർ ദയവായിട്ട് പറഞ്ഞു തരിക അല്ലേ? എന്നാൽ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. പൊള്ളക്കാനായി. അടുത്തത് പൊള്ളക്കണില്ല. പക്ഷെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിന് ഇതിന് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക. അപ്പൊ എനിക്ക് നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്ത് നോക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കാരണം ഇതിന് നല്ല രുചിയുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇത് എന്തായാലും അരിഞ്ഞു വെച്ചു പോയി കളയാൻ പറ്റൂല. തോരനാവോ ഇല്ല ഈ രീതിയിൽ അരിഞ്ഞ. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു പോയി. കോക്കനട്ട് ഓയിലാട്ടോ ഇത്. നാളെ ആരാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈ ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിലാണോന്ന്. മിക്കവാറും സംഗതികൾ കോക്കനട്ട് ഓയിലിൽ തന്നെ ചെയ്യാറ്. പിന്നെ ചിലത് വെജിറ്റബിൾ ഓയിൽ എടുക്കാറുണ്ട്. അന്നേരം ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ വെജിറ്റബിൾ ഓയിലാണെന്നുള്ളത്. അപ്പൊ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് ചോറിന് വേറെ കറി ഉണ്ട് എങ്കിലും ചോറിന്റെ കൂടെ അങ്ങ് കഴിച്ചിട്ട് വെക്കും. ഇത് ലാസ്റ്റ് സ്ലൈസറിൽ അരിഞ്ഞത്. ചിലത് ഇതില് കത്തിയിലരിഞ്ഞതിന്റെ അരി കിടപ്പുണ്ട്. സ്ലൈസറിൽ അരിഞ്ഞത് അങ്ങ് ഇടാട്ടോ. ഇതാണ് സ്ലൈസറിൽ വറുത്തതിന്റെ അവസ്ഥ. ഫുൾ ഹോപ്പ്ലെസ് ആയി പോയി. കഴിക്കാന്ന് മാത്രം. വറവരിയാന്നത് പറയാൻ പാടില്ല കേട്ടോ. പറ്റില്ല. പക്ഷെ ചോറിന്റെ കൂടെ നമ്മള് ഈ പാവയ്ക്കയും അതുപോലെ നമുക്ക് കഴിക്കാം. സെയിം. നല്ല രുചിയും ഉണ്ടായിരുന്നു. പൊള്ളക്കാത്തതാണ് പറ്റിപ്പോയത്. അപ്പൊ നമ്മുടെ കറുമുറ എന്ന് വിചാരിച്ചിരുന്ന ഞളുന്നില്ല കേട്ടോ. സോഫ്റ്റ് ഫ്രൈ ആണെന്നേ ഉള്ളൂ. കുറയ്ക്ക എടുക്കുന്നത് പോലെ. പക്ഷെ ഞങ്ങൾ ചോറിന് അതുകൊണ്ട് എടുക്കും, അല്ലാതെ എടുക്കാൻ കൊള്ളൂല. അപ്പൊ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഇതിന്റെ ടിപ്പ് അറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരിക അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നത്തിലായി. ഓൾറെഡി പ്രശ്നത്തിലായി. പിന്നെ കഴിച്ചു തീർക്കുവാണ്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ തീരെ തളർന്നുപോയി. അതെ. പിന്നെ എന്റെ കണ്ടോ, ഓട്സ് കഞ്ഞിയും ക്യാരറ്റ് ഷാലോ ഫ്രൈയും എണ്ണപ്പയറും വെളാമീനും ഇതൊക്കെയാണ് എന്റെ കേട്ടോ. നീ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വിശ്രമം. നിനക്ക് എഡിറ്റിംഗ്. ക്യാരറ്റ് ഫ്രൈ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഷാലോയാ, രുചിയുണ്ട്. അത് കറുമുറ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ.
ചോറിൻ്റെ കൂടെ ഏറ്റവും അടിപൊളി. ഏതായാലും ഒരു കാര്യം നമ്മൾ ഉപയോഗിച്ചു വിടാം. അതെ. കളഞ്ഞില്ല. നമ്മളിങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതെ. ഇനി മഴ ഇതിന്റെ ശക്തിയിൽ വന്നിട്ടങ്ങ് തേഞ്ഞു മാഞ്ഞ് നിൽക്കുക. ഇനി വൈകുന്നേരത്തേക്കായിരുന്നു. മഴ അധികം അങ്ങ് തൂളുന്നില്ല. വേഗം പോരെ വേഗം പോരെ, മഴ നനഞ്ഞു. ദേ മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ. അമ്മ കാണിക്കുന്ന പണിയുണ്ടോ? എന്നാലും ഉണ്ടോ മഴ പെയ്തോണ്ടിരിക്കുക. കൊട വേണോ? എനിക്ക് നനയുടെ വ്യത്യാസമുള്ളൂ. നനഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിലൊരിക്കൽ പോലെ ഇച്ചിരി അങ്ങ് നനയുമ്പോഴത്തേക്കും ജലദോഷമൊന്നും വരില്ല, വരാറില്ല എന്ന് വിചാരിച്ച് നാളെ വരാൻ പാടില്ലായികയില്ല. ഞാൻ നനഞ്ഞ് ഇഷ്ടം പോലെ നടക്കാറുണ്ട്. നനഞ്ഞ് എനിക്കിങ്ങനെ ഡ്രസ്സൊക്കെ നനഞ്ഞ ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ കുഴപ്പം. ഓക്കെ, പെട്ടെന്നാ മഴ വന്നോ. ഇനി മഴയായിരിക്കും ചിലപ്പോൾ. അതെ അതെ അതെ. ഉച്ച വരെയും തുറന്നു കിട്ടിയില്ലേ? ഇല്ലേ? പെയിന്റ് ഇട്ട ജനലയിൽ ഒരു മാറാമ്പൽ പിടിച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ കണ്ടില്ല കേട്ടോ ഇതുവരെ. ഇതിലല്ല, ഇതിന്റെ ഉണൂറിയുടെ ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? ഒരു ട്രിക്ക് കണ്ടോ? എന്റെ കയ്യിൽ നിന്നുള്ളൊരു ട്രിക്ക്, ചെറിയ ട്രിക്ക് കേട്ടോ. അത് ശരി, വലുതല്ല. വിജയിക്കുമെന്നറിയില്ല. താഴെ ഇറങ്ങിയെന്നാ വിജയിക്കും. വേണ്ട, താഴേക്ക് അധികം ഇറങ്ങാൻ നിക്കണ്ട, മഴ പെയ്യുന്നുണ്ട്. ഫുൾ പ്രൊട്ടക്ഷൻ അല്ല പറഞ്ഞാൽ വലിയ ഇടിവെട്ടുവാണെങ്കിൽ എനിക്ക് പേടിയാ. ആ പോയല്ലോ. ഉണ്ടോ? പെയിന്റ് ഇട്ടിട്ടില്ലേ? കുറച്ചു നാളെങ്കിലും ഒന്ന് മെനയായിട്ടിരിക്കണ്ടേ? അത് കഴിയുമ്പോ തഥൈവി ആവും. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസമായുള്ളൂ പെയിന്റ് ഇട്ടിട്ട്. 65 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ വീട് കുറച്ച് റിനോവേഷനൊക്കെ നടത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പഴക്കം അത്രയുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓൾറെഡി? അല്ലേ? അതെ, കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മഴ മഴ. അതെ, അതിനു വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ആർ യു കമ്മിങ്? ഒരിടത്ത് വന്നോട്ടാ പുറത്തായി.